educated young guy. That is, after completing his PG, he couldn't find a regular 9 to 5 job. Suppose it is Mr. X. മിസ്റ്റർ എക്സ് എന്ന് മെൻഷൻ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും വളരെ ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്ന ഇഷ്യൂസ്. അതായത് ഇന്ത്യയെ പോലെ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉള്ള കൺട്രി, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജീസും ലേ ഓഫ് സ്ട്രാറ്റജീസും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ഗൂഗിൾ ആയാലും ആമസോൺ ആയാലും ഫേസ്ബുക്ക് ആയാലും IBM ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഫ്രീക്വന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയീസിനെ പിരിച്ചുവിടുക എന്നുള്ള ന്യൂസുകൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ അത്തരം ഡയമെൻഷനിൽ വെച്ച് ചിന്തിക്കുമ്പോൾ there is nothing wonder that educated people are still struggling to get a job അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതല്ല നമ്മളുടെ ടോപ്പിക്. ബിക്കോസ് ഞാൻ മുന്നേ സൂചിപ്പിച്ച ഈ മിസ്റ്റർ എക്സ് നൗ ഹീസ് ബിസിയർ ദാൻ എവർ. എങ്ങനെയാണല്ലേ, അതായത് ഇൻ ദ മോർണിംഗ് ഹീസ് വർക്കിംഗ് ആസ് എ ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ. ഇൻ ദ ആഫ്റ്റർനൂൺ ഹീസ് ഡെലിവറിംഗ് ഫുഡ്സ് വിത്ത് എ ഡെലിവറി ആപ്പ്. In the evening, he is an online tutor helping students across India. That is what we call gig economy. So, gig economy is a world where people work on short term, flexible instead of one permanent role. There is no fixed office, no fixed post, just your skill, your time, and your smartphone. So, ആപ്പ് വഴിയായാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയായാലും ഗിഗ് എക്കോണമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ ജോബ് സെക്യൂരിറ്റി, അതുപോലെ റെഗുലർ സാലറി, ഇതൊരു ചലഞ്ച് തന്നെയാണ്. സ്റ്റിൽ it offers you something special, that is freedom and choice. So ask yourself, in future will you work for one company or for many companies on your own terms? I'm Susmita, sharing stories that make you think. Don't forget to like, share and follow for more.